ഇസ്രയേൽ എന്ന വാഗ്ദത്ത ഭൂമിയിൽ ജന്മദേശം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകൃതമായ പ്രസ്ഥാനമായിരുന്നു സിയോണിസ്റ്റ് പ്രസ്ഥാനം. ബൈബിളിൽ ജെറുസലേം എന്ന വാക്കിന് അർത്ഥം വരുന്നതാണ് സിയോൺ എന്നത്. ആ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പരിണത ഫലമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന സാമ്രാജ്യം. ഏതൊരു രാജ്യത്തിനും തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുവാനും ആ രാജ്യത്തിനു വേണ്ടി അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അണുബോംബ് നിർമ്മിക്കുവാനുള്ള അവകാശം അന്തർദേശീയ നിയമപ്രകാരം നൽകുന്നുണ്ട്. അണുബോംബ് നിർമ്മിക്കുവാനും അത് സംഭരിക്കുവാനുമുള്ള ശേഷിയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ. എന്നാൽ ഇസ്രയേലും അമേരിക്കയും കടുംപിടുത്തം പിടിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അണുബോംബ് ഉണ്ടാക്കുവാൻ സാധ്യമല്ല. ഒരു സ്വയംഭരണാവകാശമുള്ള പ്രദേശത്ത് തങ്ങളുടെ സർവാധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം സമ്പത്തും സൗഭാഗ്യവും കുന്നുകൂട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഏത് ലോക രാജ്യത്തും കടന്നു ചെല്ലുവാനും അവിടെയൊക്കെ അക്രമം നടത്തുവാനും മുൻപന്തി നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്ന് പറയുന്നത്. സ്വയംഭരണാവകാശമുള്ള വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ കടന്നു കയറി ആ രാജ്യത്തെ എണ്ണ സംഭരിക്കുന്നതിന് വേണ്ടി ആ രാജ്യത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. 1779 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടനിൽ നിന്നും മോചനം നേടി പുത്രിക രാജ്യമായിട്ട് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപം കൊള്ളുകയും ചെയ്തു. മനുഷ്യത്വം എന്ന് പറയുന്ന ചിന്ത തൊട്ട് തീണ്ടിട്ടേ ഇല്ലാത്ത ഒരു ഭൂപ്രദേശമാണ് അമേരിക്ക. ഹ്യൂമാനിസമാണ് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഹ്യൂമാനിസം എവിടെ മരിക്കുന്നു അവിടെയൊക്കെ മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു സ്വയംഭരണാവകാശമുള്ള പ്രദേശത്ത് തങ്ങളുടെ സർവാധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഈ അമേരിക്കയുടെ പിൻബലത്തോടു കൂടിയാണ് ഇന്ന് ഇസ്രയേൽ ഇറാനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനും ഇസ്രയേലിന് മേൽ നടത്തുന്ന മാരകമായ രീതിയിലുള്ള മിസൈൽ വർഷവും, ഇത് രണ്ടും ലോക രാജ്യങ്ങളുടെ സന്തുലനാവസ്ഥയ്ക്ക് അതിഭീകരമായ രീതിയിൽ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ യുദ്ധം ഇസ്രയേലിനെയോ അമേരിക്കയെയോ ഇറാനെയോ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ജീവിക്കുന്ന മൂന്നാംകിട ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് ഈ യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാവി ജീവിതത്തിനെ ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവൃത്തിയിലേക്ക് ഇന്ന് ഇസ്രയേൽ ഇറാൻ യുദ്ധം മാറിയിരിക്കുകയാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ചില ഭരണാധികാരികൾക്ക് അകാരണമായി ഉണ്ടായിരിക്കുന്ന ഭയമാണ് ഇന്ന് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്.